പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 12-ാം തീയതി മെയ് മാസ വണക്കത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവ് എലീശാമയെ സന്ദർശിക്കയിൽ ഈശോ മിശിഹ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവമാതാവിൻ്റെ വണക്കം ആരംഭിച്ചത് നമ്മൾ ആരുമല്ല, അത് ത്രിത്വൈക ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയാണ്. ദൈവപിതാവാണ്
ആദ്യമായിട്ട് ഗബ്രിയേൽ ദൂതനെ അയച്ച് ദൈവമാതാവിനെ വണങ്ങുന്നത്, സ്തുതിക്കുന്നത്, കൃപ നിറഞ്ഞ മറിയമേ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ദൈവമാതാവിനെക്കുറിച്ച് നമ്മൾ ഈ മെയ് മാസം മുഴുവനും ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ ദൈവിക പുണ്യങ്ങളൊക്കെ ജീവിതത്തിൽ അഭ്യസിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ആത്മീയ ഭക്ഷണമാണ്, കൃപയിൽ മുന്നേറുവാനുള്ള വലിയൊരു ഉപാധി കൂടിയാണ്. ഒന്നാമതായിട്ട് ദൈവമാതാവ് എലീശാമയെ സന്ദർശിക്കുകയിൽ ഈശോ മിശിഹാ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവിനെക്കുറിച്ച് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ദൈവമാതാവ് നമുക്കറിയാം, എലീശാമ പുണ്യവതിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ലൂക്കായുടെ സുവിശേഷം 1:39 തിരുവചനത്തിൽ യൂദയായിലെ ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ദൈവമാതാവിൻ്റെ അഭിവാദന സ്വരം ശ്രവിക്കുന്ന മാത്രയിൽ സംഭവിക്കുന്നത് എന്താണ്? ബൈബിൾ പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറയുന്നത്, ദൈവമാതാവിൻ്റെ പ്രത്യേക അഭിവാദനത്താൽ, രക്ഷകൻ്റെ അമ്മയായ ദൈവമാതാവിൻ്റെ അഭിവാദനത്താൽ സ്നാപയോഹന്നാനെ ജന്മപാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് മുക്തി നേടാൻ ദൈവം തിരുമനസ്സായി എന്നാണ്. നമ്മളും ദൈവമാതാവിനോടുള്ള ഭക്തിയും വണക്കവും ഒക്കെ അതിഭക്തിപൂർവ്വം ഈ മാസം മുഴുവൻ ആചരിക്കുമ്പോഴും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ദൈവമാതാവിന് നമ്മളോട് തോന്നുന്നതും ഈ ഒരു കരുണയാണ്. കാരണം ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷിയായിട്ട്, ഒരു സാക്ഷ്യമായിട്ട് ഒരു വ്യക്തി ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ നേടണം. ദൈവത്തിൻ്റെ പ്രീതി ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോഴാണ് കൃപ നിറഞ്ഞ് ആ വ്യക്തി ഒരു സാക്ഷിയായിട്ട് ഉയരുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയെക്കുറിച്ച് പറയുന്നത്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി ഒരു വ്യക്തി നേടുമ്പോഴാണ് കൃപ പ്രവർത്തിച്ച് അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും മാനുഷികമായി ഒത്തിരിയേറെ പാപാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരുപാട് നമ്മൾ പാപാവസ്ഥകളിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇപ്രകാരം മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് മക്കളാണ് ഈ അൾത്താരയിൽ നാളിതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. ദൈവമാതാവിന് ഞങ്ങളോട് പ്രത്യേക ഇഷ്ടം തോന്നി, ഞങ്ങളെ കുടുംബത്തെ കനിഞ്ഞ് അനുഗ്രഹിച്ചു. കുറച്ച് നാൾക്ക് മുമ്പ് കരിയറൊക്കെ തകർന്ന ഒരു വിദ്യാർത്ഥി, ഡിഗ്രിക്ക് ആകെ 70% മാർക്കുള്ളൂ. അപ്പോൾ ജർമ്മനിയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 90% മാർക്ക് വേണം. അപ്പോൾ ഈ മകൻ അതില്ല. അപ്പോൾ ഈ മകൻ മരിയൻ ഉടമ്പടി എന്നുള്ള ഒറ്റ യോഗ്യത കൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അവൻ ഇവിടെ വന്ന് കൃപാസന അൾത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞ ഇപ്രകാരമാണ്, 90% മാർക്കുള്ളവർ ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. 70% മാർക്ക് ഡിഗ്രിക്കുള്ള ഈ മകന് അവിടെ PGക്ക് അഡ്മിഷൻ കിട്ടി. ഇതാണ് ദൈവമാതാവിന് നമ്മളോട് തോന്നുന്ന കരുണ എന്ന് പറയുന്നത്. ഇത് നമ്മുടെയൊക്കെ യോഗ്യതകൾക്ക് അപ്പുറത്താണ്. അതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി എടുക്കുമ്പോൾ അത് നിങ്ങളുടെ മെറിറ്റല്ല, കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് നമ്മളെ വലിയ സാക്ഷികളാക്കി ദൈവം ഉയർത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ദൈവിക നടപടി ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചായിരുന്നു. ദൈവമാതാവിനുണ്ടായിരുന്ന ഒരു ദൈവിക നടപടിയാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലൂക്കായുടെ സുവിശേഷം 1:48 തിരുവചനം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവിനെക്കുറിച്ച് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ദൈവമാതാവ് രക്ഷകനെ ഈശോയെ ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെയും അവളുടെ രക്ഷാകര നടപടികൾ ആരംഭിക്കുന്നതിൻ്റെ ആരംഭമായിട്ടാണ് ഇങ്ങനെ ദൈവമാതാവ് എലീശായെ സന്ദർശിക്കുന്ന മാത്രയിൽ ഈ എലീശാമ്മയുടെ ഉദരത്തിൽ സ്നാപയോഹന്നാൻ കുതിച്ചു ചാടുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈബിൾ പണ്ഡിതന്മാരെ പറ്റി പറയുന്നത്, ഉത്ഭവ പാപത്തിൽ നിന്ന് മോചനം നേടാൻ ദൈവമാതാവിൻ്റെ അഭിവാദനം ഇടയാക്കി എന്നാണ്. നമ്മളും ഇതേപോലെ വിശ്വസ്താപൂർവം മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമ്മളെ തന്നെ എളിമപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകും. നമ്മളെയും ദൈവം സാക്ഷികളാക്കി ഉയർത്തും. രണ്ടാമതായിട്ട് ഇങ്ങനെ സന്ദർശിക്കയിൽ സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ്.
മാമോദിസ എന്ന കൂദാശ എന്താണെന്ന് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കാറ്റഗിസം ക്ലാസ്സിൽ ഇപ്പോൾ ആദ്യ കുർബാനയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അതായത് ഉത്ഭവ ദോഷമുണ്ടെങ്കിൽ അതും കർമ്മദോഷമുണ്ടെങ്കിൽ അതും നീക്കി നമ്മളെ ദൈവമക്കളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്ന ഒരു കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവമാതാവ് എലീശാമ്മ പുണ്യവതിയെ ചെന്ന് കണ്ട് അഭിവാദനം ചെയ്യുമ്പോൾ ഈ സ്നാപയോഹന്നാനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആനന്ദത്താലാണ് ഈ ശിശു കുതിച്ച് ചാടുന്നത്. ഇപ്പോൾ ദൈവമാതാവിൻ്റെ ഒരൊറ്റ അഭിവാദനത്താലാണ് ഇങ്ങനെ എലീശാമയുടെ ഉദരത്തിലുള്ള സ്നാപയോഹന്നാനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ ശിശു വലിയ ആത്മാവിൽ ശക്തിയുള്ളവനായി രൂപാന്തരപ്പെടുന്നത്. ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെയും ദൈവം ഇതേപോലെ ഉയർത്തും, വലിയ വലിയ സാക്ഷികളാക്കി. ഇന്നും വലിയ വലിയ സാക്ഷ്യങ്ങളാണ് മരിയൻ ഉടമ്പടിയെടുത്ത ക്രൈസ്തവ സഹോദരങ്ങൾ പോലും സാക്ഷ്യം പറഞ്ഞത്. ഞങ്ങളോട് ഞങ്ങളുടെ സമീപത്തുള്ള ഒരു വ്യക്തികൾ ഈ ഒരു അസുഖം വരുമ്പോൾ ഇങ്ങോട്ട് വന്ന് പറയും, നിൻ്റെ ആ ഉടമ്പടി തൈലം ഒന്ന് തേച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്, മാതാവ് ഞങ്ങളുടെ മേൽ മധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് സുഖപ്പെടുത്തും, ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ഇത്തരത്തിൽ അനേകം മക്കളാണ് വൻ സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കും ഇതേപോലെ കൂടുതൽ വിശുദ്ധിയോടുകൂടി ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. മൂന്നാമതായിട്ട് ഈ സക്കറിയായുടെയും എലീശാമ്മയുടെയും ഭവനത്തിൽ ചെയ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വണക്കത്തിൽ ധ്യാനിക്കുന്നത്. നമുക്കറിയാം, ദൈവമാതാവ് ഈ ഉണ്ണീശോയുമായി ഉദരത്തിൽ ഈശോയുമായി ഈ ഭവനത്തിലോട്ട് കടന്നു ചെന്ന് താമസിക്കുന്നത് 90 ദിവസമാണ്. തീർച്ചയായിട്ടും ഈ ഒരു 90 ദിവസം എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം നമ്മുടെ ഈ ഉടമ്പടി കാലഘട്ടം എന്ന് പറയുന്നത് ഈ വാഗ്ദാന പേടകമായ ദൈവമാതാവ് ഈ ഭവനത്തിൽ എലീശാമ്മയുടെ ഭവനം സന്ദർശിച്ച് താമസിച്ച ഈ 90 ദിവസം തന്നെയാണ്. ഈ ഒരു 90 ദിവസത്തിൽ ഈ കുടുംബം ആർജിച്ച കൃപകൾ എന്തുമാത്രമാണ്. ഏറെ പ്രത്യേകിച്ച് സക്രിയായും എലീശാമയും, അതായത് സ്നാപയോഹന്നാന്റെ മാതാപിതാക്കൾ ആർജിച്ച കൃപകൾ അതിന് കയ്യും കണക്കുമില്ല. നമ്മളും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഉടമ്പടി നിബന്ധനകളൊക്കെ വിശ്വസ്താപൂർവം പാലിച്ച് ദൈവകൽപ്പനകൾ പാലിച്ച് മുന്നേറുമ്പോൾ 90 ദിവസത്തേക്ക് മാത്രമല്ല, ജീവിതത്തിലുടനീളം, അതായത് നിത്യത വരെയാണ് ഈ ഒരു സാന്നിധ്യം, ദൈവമാതാവിൻ്റെ ജീവിതത്തിലുള്ള പ്രത്യേക ഇടപെടലുകൾ നമുക്ക് അനുഭവേദ്യമാകുന്നു. ഇന്ന് കുറച്ച് മുമ്പ് ഈ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറഞ്ഞ മകള് 27 വയസ്സുള്ളൊരു ബിടെക്കുകാരിയാണ്. ആ മകൾ സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ്, ഇത് 2024 ആ സാക്ഷ്യം അവൾ പറയുന്നത്. 2018 മുതൽ എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക മാത്രമല്ല പുതുക്കി പ്രാർത്ഥിച്ചു പോരുന്ന ഒരു അമ്മയാണ്. ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ആ മകൾക്ക് ലഭിച്ചിരിക്കുന്ന UK ഉന്നത ശമ്പളമുള്ള ജോലിയും ഒപ്പം ദൈവമാതാവ് സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോരോ ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ ഇന്ന് ആ മകൾ സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ്, ആ മകളുടെ ജോലി സ്ഥലത്ത് ഈ മകൾ ഉയർന്നു വരുമ്പോൾ ആ മാനേജർ ഈ മകളെ പുറത്താക്കാൻ വേണ്ടി ഒത്തിരി സമ്മർദ്ദം കൊടുക്കും. അപ്പോൾ ഈ സമയത്ത് ഈ മകൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കും, ഒപ്പം തന്നെ അമ്മയെ വിളിച്ച് ഇപ്രകാരം പറയും. അപ്പം അമ്മ പറയും, നിൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പല്ലേ ഉള്ളത്, അതിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഈ മകൾ ചെയ്യുന്ന ഇപ്രകാരമാണ്. മാനേജറിൻ്റെ ചെയറിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി മരിയൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. 18 വർഷം സർവീസിലുണ്ടായിരുന്ന ആ മാനേജറെ കമ്പനി തന്നെ പുറത്താക്കും. അപ്പോൾ ഈ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥ വഴി ഈ മകൾക്ക് തുടർന്ന് ആ ജോലിയിൽ സ്മൂത്തായിട്ട് പോകാൻ സാധിച്ചു എന്നാണ് കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു സാക്ഷ്യം. ഇതാണ്. ഇതുപോലെ തന്നെയാണ് ദൈവമാതാവ് ഒരു വ്യക്തിയുടെ ഭവനത്തിൽ വരുമ്പോൾ നമ്മളെയും മരിയൻ ഉടമ്പടി വ്യത്യസ്തരാക്കും. ആരെല്ലാം ദൈവം നോക്കിയില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ ദൈവം നോക്കി പാർക്കും. അതാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത്, നിങ്ങൾ എന്നെ കണ്ടെത്തിയല്ല, ഞാൻ നിങ്ങളെ തേടി അന്വേഷിച്ച് കണ്ടെത്തിയാണ് നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നത്. അതുതന്നെയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളൊക്കെ പിതാവ് ആകർഷിച്ചിട്ടാണ് ഇങ്ങനെ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സന്നിധാനത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മളുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും രക്ഷയുടെ അനുഭവം നൽകാനുള്ള വലിയൊരു വിളിയാണ് മരിയൻ ഉടമ്പടി.
അത് നിങ്ങൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്ന പോലെ വൃത്തിയും വെടിപ്പായിട്ട് ദൈവത്തിൻ്റെ വേല നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ വിഷയങ്ങളും സമയബന്ധിതമായി സെറ്റ് ചെയ്യും. അത്തരത്തിലുള്ള അനേകം സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ഈ അൾത്താരയിൽ ശ്രവിക്കുന്നത്. അത്തരത്തിൽ വലിയ സാക്ഷികളാക്കി ദൈവം നിങ്ങളെയും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത നഗര സന്വസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റരും പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങ് അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരൻ്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരൻ്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരൻ്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ മൂന്നാം നാൾ സന്തോഷത്തോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മനോജ് ജോസഫ് മൂവാറ്റുപുഴ. എൻ്റെ മകനാദിത്യന് മൊബൈൽ ഫോണിൽ നിന്ന് അധികം ഉപയോഗം നിർത്തുന്നതിന്, ഒരു ഭവനം നൽകുന്നതിന്, പങ്കാളികൾ കുളിക്കുവാൻ വളരെയധികം സമയവും വെള്ളവും ചിലവഴിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി മാതാവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഫെബിൻ തങ്കച്ചൻ. 19-ാം തീയതിയിലെ മകൾ കേറ്റിൻ്റെ ജ്ഞാനസ്നാനം നല്ല രീതിയിൽ മംഗളകരമായി നടത്തിത്തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആലീസ് തങ്കച്ചൻ പനിക്കൽ ചെത്തി.
14:5 നടക്കുന്ന എൻ്റെ ഒടിഞ്ഞ കൈയുടെ ഓപ്പറേഷൻ അമ്മ തന്നെ നല്ല രീതിയിൽ നടത്തി തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി, പുളിയാമ്പറമ്പിൽ, കോട്ടയം. കുടുംബത്തിന് അമ്മയുടെ സംരക്ഷണവും സഹായവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസ്തേർ നിഷ, ടോണി, ആലപ്പുഴ. എൻ്റെ മകളുടെ ഫിക്സ് എന്ന രോഗം പൂർണ്ണമായി സൗഖ്യം ലഭിക്കുന്നതിനും തളർച്ചയും ക്ഷീണവും കടങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജൂഡി സേവിയർ, കോതനാട്ട്, ആലപ്പുഴ. കടബാധ്യത മാറിക്കിട്ടുവാനും മകളുടെ ശാരീരിക വളർച്ച മാറുവാനും കുടുംബസമാധാനം ഉണ്ടാകുവാനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാക്ക ജേക്കബ്, പരീക്ഷയിൽ നല്ല സ്വഭാവം കിട്ടുവാനും പഠിക്കുവാനുമുള്ള കൃപ കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോണി സ്റ്റീഫൻ, ദൈവാനുഗ്രഹമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജ് റൈനോൾഡ്, അരമല്ലൂർ. എൻ്റെ സഹോദരന് അവൻ്റെ കുടുംബവും എൻ്റെ ജീവിത പങ്കാളിയുമായുള്ള വഴക്ക് തീർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് എൻ്റെ മകന് ന്യൂസിലൻഡിൽ പോകുന്നതിനുള്ള പേപ്പർ വർക്കുകൾ ശരിയാകുവാൻ എൻ്റെ കുടുംബത്തെ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിബി ഹൈജിൻ, മൂരാശ്ശേരി കുന്നേൽ, ലണ്ടൻ. അഭിഷേകൻ്റെ 10-ാം തീയതിയിലെ ഉന്നത വിജയം ലഭിക്കുന്നതിനും ആകാശിൻ്റെ ഓട്ടിസം മാറുന്നതിനും സിബി ഹൈജിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം മാറിക്കിട്ടുന്നതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിബിൻ ബേബി, മട്ടുംപറമ്പിൽ, കണ്ണങ്കര. ബിബിൻ ബേബിക്ക് UK-യിൽ ഉന്നത ജോലി ലഭിക്കുന്നതിനും ബിബിൻ്റെ കല്യാണം അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ലഭിക്കുന്നതിനും ബിബിൻ ബേബിക്ക് ആമവാദം പൂർണ്ണമായി മാറിക്കിട്ടുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷിബിൻ ബേബി, മട്ടംപറമ്പ്, കണ്ണങ്കര. ഷിബിൻ ബേബിക്ക് അബുദാബിൽ ജോലി ലഭിക്കുന്നതിന് നന്ദി പറയുന്നു. ടാറ്റിക്ക് അബുദാബിൽ ജോലി ലഭിച്ചതിനും നന്ദി പറയുന്നു. ജേക്കബിന്, സാബുവിനും പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിനും അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ജേക്കബ് ലിയോൺസ്, USA. കുടുംബത്തിൽ എല്ലാവർക്കും ആത്മീയമായി ജീവിക്കാനുള്ള കൃപ ലഭിക്കുവാനും ഈശോയോടും മാതാവിനോടും കൂടുതൽ അടുക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി ജേക്കബ്, USA. ഡെൽഫി ജേക്കബിൻ്റെ ജീവിത പങ്കാളിയുടെ ക്യാൻസർ മാറിക്കിട്ടുന്നതിനും എൻ്റെ ആസ്മയും ശരീരവേദന മാറുന്നതിനും ദൈവഹിതമനുസരിച്ച് മോൻ്റെ ഡൈവേഴ്സ് കേസ് തീർപ്പായി കിട്ടുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെൽസി ജേക്കബ്, USA. ജീവിതത്തിൽ ആത്മീയമായി ദൈവസ്നേഹത്തിൽ നിറയാൻ ജീവിതത്തിൽ ഈശോയോടും മാതാവിനോടും കൂടുതൽ അടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിജൻ ജേക്കബ്, ആത്മീയമായി ജീവിക്കാൻ, ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ, അമ്മയോടും ഈശോയോടും കൂടുതൽ അടുക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിൻഡ ലിൻസൺ, തൃപ്പൂണിത്തറ. ഫിസലിലെ എൻ്റെ ജോലി സ്ഥിരമാക്കി തരണം. എൻ്റെ മകന് 10th 91% മാർക്കോടെ പാസ്സാകുന്നവാനും കടബാധ്യതയിൽ രക്ഷപ്പെടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിനി ഷൈജു, ചാച്ചിൻ്റെ നല്ല മരണം, ഷാജിയുടെ സ്വഭാവമാറ്റം, മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിക്കുവാനും ആർദ്രയ്ക്ക് നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കുവാനും ഉള്ള കൃപ കൊടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുജി ഡാനി, വാരാപ്പുഴ. എൻ്റെ കാലിൻ്റെ മസിൽ സംബന്ധമായ അസുഖം മാറുന്നതിനും കുടുംബത്തിൽ സമാധാനവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നന്ദിക്കും വേണ്ടി എൻ്റെ ഇളയാങ്ങളയുടെ കുടുംബവും സന്തോഷത്തോടെ കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെറിയാൻ തോമസ്, ചാവടിയിൽ. CA ഇൻ്റർ പാസ്സാകുന്നതിനും ജോലി ലഭിക്കുന്നതിന് അനുയോജ്യമായ ജീവിത പങ്കാളി ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ നിയോഗങ്ങളെല്ലാം അമ്മ തിരുക്കുമാരോട് ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചു തരണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാജ്ഞ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവ് ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോപണം ചെയ്തെന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണ പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേ. സുജാമോൻ മുളകേൽ അപ്പുവിന് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിന് A+ കിട്ടുവാനും ജയേട്ടൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയും തങ്കുവിനെ അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറ്റുന്നതിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യ ഷൈൻ തകിടിവെളി കലവൂർ, ഫ്ലൂയിഡ് ടെസ്റ്റിൽ റിസൾട്ട് വരുമ്പോൾ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും പറയരുതേ. എൻ്റെ ആരോഗ്യമായ കുഞ്ഞിനെ തരുവാൻ അമ്മ അനുഗ്രഹിക്കണമേ. മെയ് 13-ന് ഫ്ലൂയിഡ് ടെസ്റ്റിൽ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാകരുതേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അംബിക ബേബി മാരാമിറ്റത്താലുവ അനിയത്തിയുടെ രോഗ്യസൗഖ്യത്തിന്, മകളുടെ മകൾക്ക് ഫുൾ A+ ലഭിക്കുന്നതിന്, മകളുടെ മകൻ അനുസരണയുള്ള മകനായി തീരുന്നതിന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാബു സാമുവൽ വടതല സ്വന്തമായൊരു വീട് ലഭിക്കുന്നതിനും നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടുന്നതിനും
വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിൻസി വർഗീസ് അറയ്ക്കൽ തുമ്പോളി, എൻ്റെ അമ്മയുടെ രോഗാവസ്ഥയിൽ നിന്നും വേദനയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനും എൻ്റെ ഭർത്താവിൻ്റെ ജോലിസ്ഥലത്തെ വിഷമതകൾ മാറുന്നതിനും എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോയൽ ആൻ്റണി ഫാമിലി തേങ്ങാപ്പുരയ്ക്കൽ, ജോലിയിൽ ഉയർച്ച കിട്ടുന്നതിനും ഭാര്യയ്ക്ക് ജോലി ലഭിക്കുവാനും കുടുംബസമാധാനത്തിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോർജ് കുട്ടി രാജു, പീടികപ്പറമ്പിൽ കൈപ്പുഴ, പിത്താശയത്തിലെ കല്ല് മാറുവാനും ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിപിൻ വിജയൻ, പുതുക്കുളന്നേൽ ഏറ്റുമാനൂർ, നല്ലൊരു ജോലി ലഭിക്കുവാനും UK പോകാനുള്ള തടസ്സം മാറുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനു വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീനസ് ബോസ് വെങ്കുളം, ഇനി എഴുതുവാൻ പോകുന്ന എക്സാം പാസ്സാകുവാനും വസ്തു വിൽപ്പനയ്ക്കും ജോലി ലഭിക്കാനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോസ് മാത്യു, ജോലി ലഭിക്കുന്നതിനും എക്സാം റിസൾട്ട് വരുന്നതിനും സാമ്പത്തിക ഭാരം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക കുവൈറ്റ്, നിഖില എന്ന സഹോദരിയുടെ അസുഖം മാറുന്നതിനും അയൺ എന്ന മകൻ്റെ ഹൈബ്രിഡ് മാറുന്നതിനും പ്രിയങ്കയുടെ ജീവിത പങ്കാളിയുടെ കടം മാറുന്നതിനും കേസ് യാത്രാ തടസ്സവും മാറിക്കിട്ടുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിബു വർഗീസ്, വടക്കേനങ്ങാടി പെരുമ്പാവൂർ, വിവാഹം നടക്കാൻ വേണ്ടി എൻ്റെ ആന്തരിക വിചാരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനും വിശുദ്ധിയോട് ജീവിക്കുവാനുള്ള കൃപയ്ക്കും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സലോമി സാജു, മരട്, മകന് 32 വയസ്സ്, വിവാഹം നടക്കുവാനും എൻ്റെ വേരിക്കോസ് വെയിൻ മൂലമുള്ള കാലുവേദന മാറിക്കിട്ടുവാനും ദേവസ്തിക്കുട്ടിച്ചേട്ടൻ നടന്നു കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീല മാത്യു, എൻ്റെ പേരക്കുട്ടിയുടെ ജനിതക രോഗം പെട്ടെന്ന് സുഖപ്പെടുവാനും എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തക്ക വിധം എൻ്റെ ഷീലയുടെ കണ്ണിൻ്റെ വെട്ടൽ മാറുവാനും അവയെ പൂർണ്ണമായി മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിയ ജോസഫ് ആലപ്പുഴ, റിജോയ്ക്ക് എത്രയും പെട്ടെന്ന് സന്താന ഭാഗ്യം ലഭിക്കുവാനും റിജുവിന് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാനും കേസ് അനുകൂലമായി തീരുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോഷ്ന KK, ചെങ്കുരുന്തേൽ ഏഴുംചേരി, വിഷ്ണു കൃഷ്ണൻ, കാലിന് വേദന മാറിക്കിട്ടണമേ എന്നും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണമേ എന്നും കുടുംബത്തിന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇല്ലായ്മ ചെയ്യണമെന്നും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൃതാവൻ 7 ചാത്തുന്തറ കാവാലം, എൻ്റെ പഠിത്തം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അമ്മ അനുഗ്രഹിക്കണമേ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നടുവേദന മാറ്റിക്കൊടുക്കണമേ. അമ്മയ്ക്ക് വേണ്ടി രോഗശാന്തി കൊടുക്കണമേ. ജെയിൻ നൈറ്റിംഗേൽ, നല്ല ജോലി വാലയിൽ, കുടുംബസമാധാനത്തിനും ജോലി, സാമ്പത്തിക ഭദ്രത, വിശ്വാസ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകേഷ് VV, രവി ഭവനം പന്നിയൂർ, എൻ്റെ കടബാധയെ തീർത്ത് തരണമേ. എനിക്ക് ഗൾഫിൽ നല്ലൊരു ജോലി ലഭിക്കുവാൻ ഇടയാക്കണമേ. എൻ്റെ വസ്തു വിറ്റുപോകുവാൻ ഇടയാക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രഞ്ജിനിയെ, മണ്ണാന്തറ പന്നിയൂർ, എൻ്റെ കടബാധയെ തീർത്ത് തരുവാനും എൻ്റെ വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കണമേ. എൻ്റെ സ്ഥലം പെട്ടെന്ന് വിട്ടുപോകുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജയമ്മ, മറ്റത്തിൽ തിരുവല്ല, എനിക്ക് എഴുതുവാനും വായിക്കുവാനും അറിയണമേ എന്ന് അമ്മ മാതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കടങ്ങൾ വിട്ടാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. 3 മാസത്തിനുള്ളിൽ ചിട്ടി അടിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ കാൽമുട്ടിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും അമ്മ മകനോട് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാജ്ഞ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ബൈജു മടത്തിത്തയിൽ, എൻ്റെ രോഗങ്ങൾ എല്ലാത്തിനും സൗഖ്യം ലഭിക്കണമേ. എൻ്റെ മകന് ഞങ്ങളുടെ അടുത്ത് തിരിച്ചു വരണമേ. എൻ്റെ മകൾക്ക് ഈ വർഷം തന്നെ നേഴ്സിംഗ് പഠിക്കുവാൻ അഡ്മിഷൻ കിട്ടണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ട്രീസ ജോസഫ്, തച്ചുപറമ്പിൽ, പാല. എൻ്റെ 33 വർഷമായുള്ള ഉത്കണ്ഠയും ആകുലതയും ഭയവും മാറ്റിത്തരണമേ. വിവാഹം 6 മാസം കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെഡിസിറ്റി ഹോസ്പിറ്റലിൽ സ്ഥിരം ജോലി ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജേക്കബ്, മക്കളുടെ പരീക്ഷ, വിജ്ഞാനം, കടബാധ്യത, വിദേശത്ത് ജോലി തടസ്സം, സഹോദരങ്ങൾ തമ്മിൽ ഐക്യത്തോട് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേരി സോനു, മോൾക്ക് അമ്മയോടുള്ള ദേഷ്യം മാറുവാനും സ്നേഹത്തിൽ ജീവിക്കുവാനും ശാരിയുടെ മക്കൾ നല്ലതുപോലെ പഠിക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഞ്ജു, ഓസ്ട്രേലിയ.
മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുവാനും പ്രദീപിന് നല്ല വരുമാനമുള്ള ജോലി ലഭിക്കുവാനും കാർത്തികയ്ക്ക് GAMSTയിൽ സ്കോർ ലഭിച്ച് ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിൽ MBBS അഡ്മിഷൻ ലഭിക്കുവാനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അജി തോമസ് UK ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് എനിക്ക് 2024 മെയ് 16 അപ്രൂവ്മെൻറ്റ് കിട്ടുവാനും ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മേരിയുടെ സാന്നിധ്യം ഉണ്ടാകുവാനും വേണ്ടി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജിജി ജർമ്മനി മകൾ ഗ്രിസലയുടെ ബോർഡ് എക്സാം 15, 13, 17 തീയതികളിൽ ഗുഡ് റിസൾട്ട് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ആത്മീയ വിശുദ്ധിയിൽ വളരുവാനും ഗ്രിസല്ലയ്ക്ക് ഫോണിൽ നിന്ന് മാറിക്കിട്ടുവാനുമുള്ള കൃപ കൊടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിൻസി ജെൻസൺ കിഴക്കേ വീട്ടിൽ കുമ്പളങ്ങി. എൽസി അമ്മയെ സുഖപ്പെടുത്തി നടക്കുവാൻ സാധിക്കണമേ. ജെൻസിൻ്റെ വയറുവേദന മാറ്റി ജോലിക്ക് പോകുവാൻ സാധിക്കണമേ. കടബാധ്യത മാറ്റി ജോലി നിലനിർത്തണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്മിത സുധീഷ് കല്ലുങ്കൽ ഹൗസ് പൂക്കാട്ടുപടി. നിവേദിയുടെ പരീക്ഷ വിജയം, നല്ലൊരു ജോലി ഗവൺമെൻറ്റിൽ കിട്ടുവാനും സഹോദരൻ്റെ വിശുദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനി സഞ്ജിത്ത് വീട് ലഭിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നതിനും ശാരീരിക സുഖം ലഭിക്കുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹനീഷ് എലിസബത്ത് അബ്രഹാം വിസ തടസ്സമില്ലാതെ കിടന്നതിനും ആരോഗ്യത്തിനും കുട്ടികൾക്കായി കാനഡയിൽ പോകുന്നതിനും അമ്മയുടെ ഇഷ്ടമനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിൽ അമ്മയുടെ സംരക്ഷണവും ആരോഗ്യവും നല്ല ജോലിയും ലഭിക്കുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിൻസിപ്പോൾ മേനാഞ്ചേരി തൃശ്ശൂർ. മെയ് 12 ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന് നല്ലൊരു ജോലി, നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാനും വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ആഴപ്പെടുവാനും വചനം വായനയും ജപമാല ചൊല്ലുവാനും വേണ്ടുമുള്ള കൃപ കൊടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. KC ഷിബു വൈറ്റില ആരോഗ്യത്തോടെ ഇരിക്കാൻ, ആത്മീയതയിൽ വളരാൻ, ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രാർത്ഥിക്കുന്നു. ET തോമസ്, മോളി തോമസ്, എണ്ണത്തറ വീട്, കോട്ടയം. പുതിയ വീടിൻ്റെ ആധാരം ഒരു തടസ്സവും കൂടാതെ വേഗം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയന്ത്രണമായി മാത്യു മോൾക്ക് പഠിക്കുവാനും ബുദ്ധിയും ഓർമ്മയും മടിയും മാറിക്കിട്ടുവാനും അനുസരണ കിട്ടുവാനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹെലന് നല്ലൊരു നേഴ്സിംഗ് ജോലി കിട്ടുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റിൻ ഇടയാക്കുന്നൻ, എറണാകുളം. തിരുമേനി മാർച്ച് മാസത്തെ തീയതിയിൽപ്പെടുത്തിയ കേസ് തള്ളിക്കളയുവാനും എൻ്റെ വീടിൽ നിന്നും അടർത്തിയെടുക്കരുതേ, എനിക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രജീസ് ക്രിസ്റ്റഫർ ഇടംപറമ്പിൽ കരിന്തറ. റോണി മകൻ വിദേശത്ത് പോകുന്നതിനും തടസ്സം മാറിക്കിട്ടുന്നതിനും രമ്യയ്ക്ക് പരീക്ഷ പാസ്സായി ജോലി ലഭിക്കുന്നതിനും എൻ്റെ 3 കുഞ്ഞുമക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തങ്കമ്മ ജൻസി കളിച്ചുകുളങ്ങര. സേറയ്ക്ക് പഠനത്തിനുള്ള മടി മാറിക്കിട്ടുവാനും അനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയുവാനും കുടുംബത്തിന് സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോഡ്വിയ സാറ പ്രിൻസ്. അമ്മേ മാതാവേ, കുടുംബത്തിലെല്ലാവർക്കും നല്ല ആരോഗ്യവും മാതാവിൻ്റെ സംരക്ഷണത്തിന് നല്ല അഡ്മിഷൻ കിട്ടുവാനും അമ്മയെ എനിക്ക് 70% മാർക്കോടെ എക്സാം പാസ്സാകുവാനുള്ള കൃപ നൽകണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർഗരറ്റ് പൊന്നംപുരയ്ക്കൽ പാതിരപ്പള്ളി. ഇറ്റലിയിൽ ജോലിക്ക് പോകുവാനുള്ള പേപ്പർ ശരിയാക്കി കിട്ടുവാനും മക്കൾ ദൈവഭയത്തിൽ വളരുവാനും പലിശ കടബാധ്യതയും മാറിക്കിട്ടുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലെറി തോമസ് വാലയിൽ. ജീവിത പങ്കാളിക്ക് മാനസാന്തരമുണ്ടാകുവാനും മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുവാനും സെബാസ്റ്റ്യൻ്റെ വിവാഹ തടസ്സം മാറിക്കിട്ടുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എവ്ലിൻ മരിയ ഗ്രേസ് ചാരങ്കാട് പൊള്ളേത്തൈ. വിദേശത്ത് മകൾക്ക് നല്ല ജോലി ലഭിക്കുവാനും
കടബാധ്യത മാറിക്കിട്ടുവാനും ശ്വാസമുട്ടൽ മാറിക്കിട്ടുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേരി ഗ്രേസ് ജോസഫ് കുന്നേൽ, അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനാൽ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കൾ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. അമ്മേ, എൻ്റെ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കണമേ. എൻ്റെ തടസ്സങ്ങൾ നീക്കി ദിവ്യബലിയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുവാൻ പറ്റണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ നിയോഗങ്ങളെല്ലാം അമ്മേ ഈ മക്കൾക്ക് സാധിച്ചു കൊടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യക മാതാവ് ഈ ലോകത്തിൽ നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണ പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേ. ജെറിൻ ജി കൃഷ്ണൻ, മതിലരികിൽ കാരാക്കുന്നം. ഭർത്താവിൻ്റെ സകല ദുശീലങ്ങളും മാറ്റിത്തരണമേ. പൂർണ്ണ മാനസാന്തരവും സുധീഷിന് കൃപാസനത്തിൽ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ആദിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏലിയാമ്മ ജോർജ് തോട്ടുങ്കൽ, കല്ലൂർക്കുളം. എൻ്റെ മകൻ ബോബി ജോർജിൻ്റെ
കടബാധ്യത മാറുന്നതിനും അവളുടെ മകൻ അനുസരണയുള്ള മകനായി തീരുന്നതിനും ജോജിയുടെ ഉദരഫലം കിട്ടുന്നതിനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസബെല്ല ശക്തി കുളങ്ങര, മോൻ ഹിയോൻ മകൻ റോഷ്നിൻ ജോലി തടസ്സം മാറുന്നതിനും വസ്തു വിൽപ്പന മാറിക്കിട്ടുന്നതിനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗീതു തൃപ്പൂണിത്തറ സ്ഥലം വിൽക്കുന്നതിനും എൻ്റെ അമ്മയെ എൻ്റെ കൂടെ താമസിപ്പിക്കുന്നതിനും ഭവനം ലഭിക്കുന്നതിനും അമ്മയെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. MD തോമസ് കോഴഞ്ചേരി മകൾ ജിസ്ലി മകൻ ജിതിൻ മഞ്ഞപ്പിത്തത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്പിളി പാമ്പാടി മകളുടെ B2 എക്സാം പാസ്സാകുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോനിക്ക കട്ടപ്പന കുഞ്ഞിൻ്റെ ഹാർട്ട് ബ്ലോക്കിന് സൗഖ്യം ലഭിക്കുന്നതിനും അമലിന് ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻ്റണി പെരുമ്പാവൂർ മകന് ജോലി നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഷ ട്രിവാൻഡ്രം എൻ്റെ കോളേജിൽ തന്നെ എനിക്ക് ജോലി തന്നതിന് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു. സൂസന്ന എറണാകുളം മകൻ ക്രിസ്റ്റിയുടെ വിവാഹം നടക്കുന്നതിനും നല്ലൊരു മാനസാന്തരം കിട്ടുന്നതിനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൂസന്ന എറണാകുളം എൻ്റെ മകൻ ഷിജിയെ നല്ലൊരു ജോലി ലഭിക്കുന്നതിനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ നിയോഗങ്ങളെല്ലാം അമ്മേ ആ മക്കൾക്ക് വേണ്ടി നീ സാധിച്ചു കൊടുക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ഓന്റെ ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണ പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. ആമേ. 5-ാം ദിവസം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ VP ജോസഫ് അച്ഛനെയും ക്ലിൻ്റൺ അച്ഛനെയും സിസ്റ്റേഴ്സിനെയും അച്ഛൻ്റെ ആത്മീയ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ അമ്മയുടെ സംരക്ഷണം നിറയ്ക്കണമേ എന്ന് അമ്മയോട് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റുപറഞ്ഞ് പഠിക്കുന്നതിനും അൾത്താര മുതൽ അടുക്കള വരെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കും വാഹന ലീഡേഴ്സിനും കൃപാസനത്തിൽ നിന്നും അഖണ്ഡ ജപമാല വിദേശ രാജ്യങ്ങൾ സമർപ്പിക്കുന്നവർക്കും പള്ളിത്തോട് സ്കൂൾ ഫോക്കസ് ആർട്സ് കൃപാസനം സോഷ്യൽ മരിയൻ ഗാർഡൻ ചാരിറ്റബിൾ മിഷൻ ഉള്ളവരെയും മരിയൻ വണക്കം ഏറ്റെടുത്ത് നടത്തുന്നവരുടെയും നിയോഗങ്ങളെയും ഏറ്റെടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജയമാല സമർപ്പണം. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാജ്ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ മിശിഹായേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റബ്ബായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മർത്തോമായേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പന്ത്രണ്ടാം തീയതി ദൈവമാതാവ് വിശുദ്ധ എലിശാമയെ ചെന്ന് കണ്ടപ്പോൾ ഈശോ മിശിഹ ചെയ്ത അത്ഭുതങ്ങൾ. ഒന്നാമത്, തൻ്റെ തിരുമാതാവിനെക്കുറിച്ച് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്, വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്, വിശുദ്ധ യോഹന്നാൻ്റെ മാതാപിതാക്കന്മാർക്കുണ്ടായ കാര്യങ്ങൾ. ആദ്യമം, ലോകരക്ഷകൻ തൻ്റെ ദിവ്യമാതാവ് മൂലം ജന്മപാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും വിശുദ്ധ യോഹന്നാനെ രക്ഷിക്കുകയും അദ്ദേഹത്തെ നന്മകളാൽ സമ്പൂർണ്ണനാക്കുകയും ചെയ്തു. ഇങ്ങനെ മിശിഹ നിവർത്തിക്കാനിരിക്കുന്ന ലോകരക്ഷയുടെ ആദ്യഫലം തൻ്റെ മാതാവ് വഴിയായി നൽകാൻ തിരുമനസ്സായി. ഇതിൽ നിന്നും പാപികളോടും ദൈവമാതാവിനുള്ള സഹതാപവും അവരെ സഹായിക്കുന്നതിനുള്ള ഉത്സാഹവും സ്പഷ്ടമാക്കുന്നു. അപ്രകാരം തന്നെ ഈശോ തൻ്റെ മാതാവ് പാപികൾക്ക് സങ്കേതവും പുണ്യാന്മാർക്ക് സന്തോഷവും എല്ലാ ക്രിസ്ത്യാനികൾക്ക് തുണയും
ദൈവ നന്മകൾ വീതിച്ചു കൊടുക്കുന്നവളുമാകുന്നു എന്ന് നമ്മെ ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഈ പരമനായികയിൽ ഉറപ്പായി ശരണപ്പെടാതിരിക്കുമോ? രണ്ടാമത്, രക്ഷിതാവ് വിശുദ്ധ യോഹന്നാനെ ജന്മപാപത്തിൻ്റെ കറയിൽ നിന്ന് രക്ഷിച്ച് വിശേഷ ദൈവദാനങ്ങൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹാഗ്നി ജ്വലിച്ച് ആത്മാവിൽ മനോവിലാങ്ങിലടങ്ങാത്ത സന്തോഷത്താൽ നിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ദൈവാത്മാവ് സ്വമാതാവിൻ്റെ ഉദരത്തിലിരുന്ന് ദൈവമാതാവിൻ്റെ സ്വരം കേട്ട് സർവേശ്വരനെ അറിഞ്ഞ് ആരാധിച്ച് സന്തോഷാധിക്യത്താൽ കുതിച്ചു ചാടുകയുണ്ടായി. തക്ക ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടിട്ടും റുദാകുഷായുടെ പ്രേരണ അനുവർത്തിച്ച് ജീവിച്ചു വരുമെങ്കിൽ കർത്താവ് നമുക്ക് സച്ചിന്തം തോന്നിച്ചു നമ്മിൽ ദിവ്യപ്രസാദവും ദൈവസ്നേഹാഗ്നിയും ചിന്തി എല്ലാ വക പുണ്യങ്ങളും ചെയ്യുന്നതിന് ഉത്സാഹവും ധൈര്യവും വരുത്തുന്നതാണ്. നാം വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതിൻ്റെ ശേഷവും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് അജാഗ്രതയുള്ളവരായി തീരുന്നെങ്കിൽ ഇത് നമ്മുടെ ദുഷ്ടമനസ്സിൽ നിന്നും പുറപ്പെടുന്നതത്രേ എന്ന് വിചാരിച്ച് നാം വിശുദ്ധ കുർബാന തക്ക ഒരുക്കത്തോടെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവമാതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കണം. മൂന്നാമത്, പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദർശനം മൂലം ഈശോമിശിഹ മഹാത്മാക്കളായ വിശുദ്ധ സക്കറിയായ്ക്കും വിശുദ്ധ എലിശാമയ്ക്കും നൽകിയ ഉപകാരങ്ങൾ എത്ര അധികമാകുന്നു. സക്കിയോസിൻ്റെ ഭവനത്തിൽ മിശിഹ ഏതാനും മണിക്കൂർ മാത്രമേ വസിച്ചതുകൊണ്ട് ആ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് ലൂക്ക എവൻഗ്ലോസിസ്ത പറയുന്നു. ആ സ്ഥിതിക്ക് ഏതാനും മണിക്കൂർ നേരത്തേക്ക് മാത്രമല്ല 3 മാസം വരെ മിശിഹ വസിച്ച ഈ ഭവനത്തിന് അതിലെ നിവാസികൾക്ക് ലഭിച്ച ഭാഗ്യയോഗം എത്രയെന്ന് നിർണയിക്കുന്നതെങ്ങനെ? ഈശോ തൻ്റെ തിരുമാതാവിനോടുകൂടെ വാസം ചെയ്യുന്നു. കുടുംബങ്ങളും സഭകളും എത്ര ഭാഗ്യമുള്ളതായിരിക്കും. ഇപ്രകാരമുള്ള കുടുംബങ്ങൾക്കാണ് ആത്മീയ സന്തോഷവും സകലവിധ ആശസ്സുകളും നൽകുന്നത്. നിങ്ങൾ പാവത്താൽ ഈശോയെ തൻ്റെ ദിവ്യമാതാവിനെയും നിങ്ങളിൽ നിന്ന് അകറ്റാതെ പൂർണ്ണ മനസ്സോടെ ദൈവകൃപ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധത, ദൈവഭക്തി, പരസ്നേഹം മുതലായ പുണ്യങ്ങളാൽ അലങ്കരിച്ച് അവയിൽ അവർക്ക് ഇരിപ്പിടം സദാ സന്നദ്ധമാക്കിയിരിക്കണം. ദൃഷ്ടാന്തം 1604 ആണ്ടിൽ ഒരു വലിയ നഗരിയിൽ ഒരു ബാലന്മാർ ശാസ്ത്രജ്ഞർ പഠിച്ചിരുന്നു. അവർ വേദകാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലും വിമുഖരായിരുന്നത് കൂടാതെ നാൾതോറും ദുഷ്പ്രവർത്തികൾ അധികമായി ചെയ്തും ഐഹിക സുഖം മാത്രം അന്വേഷിച്ചും ജീവിച്ചു വന്നു. ഒരു രാത്രിയിൽ ഇവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ശേഷം റിക്കാർത്തോസ് എന്ന ഇവരിൽ ഒരുത്തൻ സ്നേഹിതനെ വിടുവെച്ച് വീട്ടിൽ തിരിച്ചു വന്ന് കിടക്കാൻ പോകയിൽ ദൈവമാതാവിനെക്കുറിച്ച് പതിവുള്ള നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിയില്ലല്ലോ എന്ന് വിചാരിച്ച് അധിക ക്ഷീണം തോന്നിയിരുന്നു. എങ്കിലും ഇത് വകവയ്ക്കാതെ ഉടനെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പതിവ് പോലെ പ്രാർത്ഥിച്ച് നിദ്ര ചെയ്യാൻ പോയി. നിദ്ര ചെയ്യുമ്പോൾ രാത്രിയിൽ കതകിൽ ബലമായി മുട്ടുന്നത് കേട്ട് ഞടുങ്ങി. കണ്ണു തുറന്നപ്പോൾ കതക് താനെ തുറക്കുന്നതും അവലക്ഷണ മുഖത്തോടും ഭയങ്കര രൂപത്തോടും കൂടെ തൻ്റെ ദുഷ്ടസ്നേഹിതർ അകത്ത് പ്രവേശിക്കുന്നതും കണ്ടു. ആ ഭയങ്കര കാഴ്ചയാൽ അവൻ ഏറ്റവും ഭയപ്പെട്ടിരിക്കയിൽ, റിക്കാർത്തോസെ, നീ എന്നെ അറിയില്ലയോ എന്ന് ആ ഭൂതം നീ തന്നെയോ സ്നേഹിത? എന്നാൽ ഇത്ര വിരൂപയായി പിശാചിനെ പോലെ ഇരിക്കുന്നതെന്തുകൊണ്ട് എന്ന് റിക്കാർത്തോസും പരസ്പരം ചോദിച്ചു. അപ്പോൾ ആ ഭൂതം അവനോട് പറഞ്ഞതായത്, അത്യന്തം നിർഭാഗ്യനായ ഞാൻ നരകത്തിൽ തള്ളപ്പെട്ടു. നാം തമ്മിൽ പിരിഞ്ഞു പോകയിൽ ഒരു പിശാച് എൻ്റെ എതിരെ വന്ന് എന്നെ കൊന്നു. ഇപ്പോൾ എൻ്റെ മൃതശരീരം തെരുവീതിയിൽ കിടക്കുന്നു. എനിക്ക് വന്ന നാശം തന്നെ നിനക്ക് നേരിടുമായിരുന്നു. എന്നാൽ നീ കിടപ്പാൻ പോയപ്പോൾ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവൾ നിന്നെ കാത്തുരക്ഷിച്ചു. അതിനാൽ മേലിൽ നീ ദൈവമാതാവിൻ്റെ സഹായമായിരുന്നത് കൊണ്ട് ജീവിച്ചാൽ നീയെങ്കിലും ഭാഗ്യമുള്ളവനായിത്തീരും. ഇതിൻ്റെ ശേഷം നീ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയെ അവൻ കാണിച്ചുകൊണ്ട് ഭൂതം മറഞ്ഞുപോയി. റിക്കാർത്തോസ് ഭയന്ന് നെഞ്ചിടിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണ്
തന്നെ രക്ഷിച്ച ദൈവമാതാവിന് കൃതജ്ഞതാസ്തോത്രം ചെയ്തു. അനന്തരം താൻ എങ്ങനെ നല്ലവനാകേണ്ടതുവെന്ന് നിരൂപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസ്കൻ സഭക്കാരുടെ ആശ്രമത്തിൽ പാതിരാജപ്പത്തിന് മണിയടിക്കുന്നത് കേട്ട് ഉടനെ പുറപ്പെട്ട് ആശ്രമത്തിൽ ചെന്ന് സന്യാസികളുടെ കൂട്ടത്തിൽ തന്നെയും കൈക്കൊള്ളണമേ എന്ന് അപേക്ഷിച്ചു. സന്യാസികളാകട്ടെ ഇവൻ്റെ ദുഷ്ടജീവിതം അറിഞ്ഞതിനാൽ അവർക്കിവനെ കൈക്കൊള്ളാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ തനിക്ക് സംഭവിച്ചതെല്ലാം അവരോട് ഇവൻ അറിയിച്ചപ്പോൾ 2 സന്യാസികൾ വാസ്തവം അറിയുന്നതിനായി പുറത്തിറങ്ങി. ഇറിക്കാറോത്തോസിൻ്റെ സ്നേഹിതൻ്റെ പ്രേതം അന്വേഷിച്ച് ചെന്നപ്പോൾ പറഞ്ഞ ഇടത്തിൽ തന്നെ കരിഞ്ഞ പോലെ കറുത്ത പ്രേതത്തെ കണ്ടു. അതിൻ്റെ ശേഷം റിക്കാറോത്തോസിനെ സഭയിൽ കൈക്കൊള്ളുകയും അവൻ കഠിന തപസ് ചെയ്ത് എല്ലാ വക സുഹൃതങ്ങളും സമ്പാദിക്കുകയും ചെയ്തു. ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞ് അജ്ഞാനികൾക്ക് സത്യവേദം പ്രസംഗിപ്പാനായി ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഒടുവിൽ ജപ്പോനിയ ദേശത്ത് പോയി അവിടെ സത്യവേദ സാക്ഷിയായി മരിക്കുകയും ചെയ്തു. ഇവയെല്ലാം കേട്ട സഹോദരന്മാരെ, ദൈവമാതാവിനെക്കുറിച്ച് നിങ്ങൾ പതിവായി ചെയ്തു വരുന്ന ജപങ്ങൾ ഒരിക്കലും മുടക്കാതെ നടത്തേണ്ടതാണ്. ജപം. എൻ്റെ ദിവ്യമാതാവേ, എനിക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്ത് സഹായിച്ചു വരുന്ന അമ്മേ, കർത്താവിന്റെ യോഗ്യയായ ജനനി, ഞാൻ അധികം പാവങ്ങൾ ചെയ്തു പോയതിനാൽ അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിന് ഒട്ടും തന്നെ യോഗ്യനല്ല. അതുകൊണ്ട് അങ്ങേ അടുക്കൽ നിന്ന് എന്നെ തള്ളിക്കളഞ്ഞാലും അങ്ങയുടെ കൃപ ഞാൻ ഉറപ്പായി പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ തിരുമുൻപാകെ പ്രലപിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും നിന്നോട് പ്രാർത്ഥിക്കാതെ ഞാൻ പിൻവാങ്ങുകയില്ല. നീ കരകാണാത്ത കൃപാസമുദ്രമായിരിക്കുകയും ഞാൻ ദൈവസഹായം അങ്ങിൽ നിന്ന് കൈക്കൊള്ളാഞ്ഞാൽ ആരുടെ സങ്കേതത്തിലാണ് ഓടിപ്പോകേണ്ടത്? അൻപുള്ള അമ്മേ, സർവേശ്വരൻ കഴിഞ്ഞാൽ അങ്ങേ ഞാൻ എല്ലാവരെക്കാൾ അധികമായി സ്നേഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സഹായം അപേക്ഷിച്ച് അങ്ങേ സങ്കേതത്തിൽ ഞാൻ ഓടി വരുമെങ്കിൽ അങ്ങേ സഹായത്താൽ മോക്ഷം പ്രാപിച്ച് അവിടെ അങ്ങേ സ്തുതിച്ചുകൊണ്ട് കൊണ്ടാടുന്നതിന് എനിക്കിടവരുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. എത്രയും ദേളമാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചാൽ ലോകത്തിൽ കേൾക്കട്ടില്ല എന്ന് ഓർക്കണമേ. കന്യയുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ട് നീർച്ചന്തി പാവിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിനും മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടള്ളണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാവിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ആമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാട് പ്രാർത്ഥിച്ചു കൊള്ളമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധതേ മാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതർക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കർ, പ്രഭുക്കർ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃദയപം. ഞങ്ങളുടെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സൽക്രിയ. പരിശുദ്ധ ദേവമാതാവിനെ പറ്റി പറയപ്പെടുന്ന ദൂഷണങ്ങൾക്ക് പരിഹാരമായി ചില ജപങ്ങൾ ചൊല്ലണം. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേൽശാസനനാഥ